ഈ കേസ് ശിക്ഷിക്കപ്പെടാൻ പ്രധാന കാരണം ആ കുട്ടി തന്നെയാണ്. ആ കുട്ടി നല്ല ശക്തമായിട്ട് എല്ലാ പ്രതിസന്ധികളും ശക്തമായിട്ട് ഇതുവരെ കൃത്യമായിട്ട് മൊഴി കൊടുത്തു. ഒരുപാട് യാതനകൾ ആ കുട്ടിയും കുടുംബവും സഹിച്ചിട്ടുണ്ട്. ആ കുട്ടി ശരിയാണ്, ഈ കേസ് കെട്ടിച്ചമച്ചാണെന്നും ഇത് കളവായുള്ള പരാതിയാണെന്നും എന്നൊക്കെ ആരോപണങ്ങളുണ്ടായിരുന്നു. ഇതിലാരോ ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ഏത് സംഘടന, വ്യക്തികളോ സംഘടനയോ ആരും തന്നെ ഈ കേസിൽ ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു. കാരണം ഈ കുട്ടിയിൽ നിന്ന് സംഭവം വെളിവായി FIR രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസമാണ് കുട്ടിയെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കുന്നത്. ആ മെഡിക്കൽ ടെസ്റ്റിലാണ് കുട്ടിക്ക് രഹസ്യഭാഗത്ത് പരിക്കേറ്റിട്ടുണ്ടെന്നും മറ്റും വെളിവാകുന്നത്. അങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കിയതാണെങ്കിൽ ഈ മെഡിക്കൽ റിപ്പോർട്ട് എങ്ങനെ കൊറോബറേറ്റ് ചെയ്യും? മെഡിക്കൽ റിപ്പോർട്ട് ആദ്യം ആർക്കും കിട്ടുന്നില്ലല്ലോ. സംഭവത്തിന് ശേഷം ഈ രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണല്ലോ മെഡിക്കൽ ടെസ്റ്റ് നടത്തുന്നത്. അതുപോലെ ചേർത്ത് പിടിച്ച കുടുംബം കൊറോണ സമയത്ത് ഈ പ്രതിസന്ധികൾ ഓരോന്നും തരണം ചെയ്ത ശക്തമായി ചേർത്ത് പിടിച്ച കുടുംബവും ആ കുട്ടിയും തന്നെയാണ് ഈ കേസിൻ്റെ വിജയത്തിന് കാരണം. കൂടാതെ ഈ വിധിയിലൂടെ കോടതിയിലുള്ള ജനങ്ങൾക്ക് കോടതിയിൽ വിശ്വാസം വർദ്ധിക്കും. നല്ലൊരു വിധിയാണ് ഇത്. ശിക്ഷ എന്തോ ആയിക്കോട്ടെ, കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ഒരു വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുമാത്രമല്ല, കോടതിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൂടും. നല്ലൊരു മെസ്സേജാണ് ഈ വിധിയിലൂടെ കുട്ടികൾക്കുള്ള സംരക്ഷണം നൽകുന്ന ഈ നിയമത്തിൻ്റെ ആവശ്യകത എല്ലാവർക്കും. പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിലും ഇത് നല്ലൊരു നിയമം തന്നെയാണ്. അതുകൊണ്ട് അതിൽ സന്തോഷിക്കുന്നു.